ഹായ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും വില കൂടിയ നട്ടുകളിൽ ഒന്നായ മക്കദീമിയ നട്ട്, അതിൻ്റെ 2 ചെറിയ തൈമരങ്ങൾ നമ്മുടെ വീടിൻ്റെ അതിർത്തിയോട് ചേർന്ന് നിൽപ്പുണ്ട്. അത് പറിക്കാൻ പോവുകയാണ്. അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന വീടിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ നമുക്കിവിടെ 2 മരങ്ങളാണുള്ളത്. രണ്ടും 2 തരത്തിലുള്ള മരങ്ങളാണ്. രണ്ടിൻ്റെയും കായും വ്യത്യസ്തമാണ്. എല്ലാ കൊല്ലവും ഇതിൽ നിറച്ചുണ്ടാവുന്നതാണ്, 2 എണ്ണത്തിൽ നിറച്ചുണ്ടാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ ഇതിൻ്റെ ചുവട്ടിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടുണ്ടായില്ല. ഇത് അറിയാലോ, നിങ്ങൾക്കറിയാം, ഇത് പൊട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് പൊട്ടിച്ച് കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്കൊല്ലം യൂട്യൂബൊക്കെ ഉള്ളപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഇതിനകത്തുണ്ടായിരുന്നതെല്ലാം ഇവർ പറിച്ചെടുത്തു. എന്നാലും കുറേ ഉണ്ട്. ബാക്കിയുള്ളതെല്ലാം ചുവട്ടിൽ വീണ് കിടക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു മുള്ളുള്ളത് കൊണ്ട് ഇലയിൽ നല്ല മുള്ളാണ്. ഇലയുടെ ചുറ്റിനും മുള്ളുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, മരത്തിൽ നിന്ന് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ കയ്യിലെല്ലാം നിറച്ച് മുള്ളു കുത്തും. അപ്പോൾ താഴെ നിറയെ വീണ് കിടക്കുന്നുണ്ട്. അത് ഞാൻ പെറുക്കി കാണിച്ചു തരാം. ഒത്തിരി താഴെ മൂത്ത് കഴിയുമ്പം ഇത് തന്നെ പൊഴിഞ്ഞു പോവും. അപ്പോൾ ഇതിങ്ങനെ കണ്ടില്ലേ, തൊലിയിൽ നിന്ന് വിട്ടിട്ട് ഇതുപോലെ തന്നെ പുറം തോടിന് നല്ല മിനുസമുള്ള കായായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ തോടിന് ഭയങ്കര കട്ടിയാണ്. അപ്പോൾ ഞാനിത് മൊത്തം പെറുക്കിയെടുക്കുന്നുണ്ട്. പെറുക്കിയെടുത്തിട്ട് നമുക്ക് കാണാം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഇലയിൽ മുള്ളുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം മരത്തിലുള്ളത് പറിക്കാൻ നിന്നില്ല. അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് പറിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കയ്യിൽ നന്നായിട്ട് മുള്ളു കുത്തുകയും ചെയ്തു. കാര്യം ഇതിൻ്റെ ടേസ്റ്റൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇത് പൊട്ടിച്ച് കഴിക്കണമെങ്കിൽ കുറച്ച് പാടുപെടണം. അപ്പോൾ എനിക്ക് പാത്രത്തിൽ നിറയെ കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ തോട് തന്നെ അടർന്ന് മാറി നല്ല എന്താ പറയുക, നല്ല സിൽക്കി ആയിട്ടുള്ള കായായിട്ട് വരും. അപ്പോൾ ഇതാണ് ഫേമസ് ആയ മക്കദീമിയ നട്ട്. അപ്പം ഇത് കഴിഞ്ഞ കൊല്ലം ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഞാൻ ഈ വഴിക്ക് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. പിന്നെ ഇത്തവണ ഈ റീൽസിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് കണ്ടു. അതുകൊണ്ട് മാത്രമാണ് പിന്നെ വീഡിയോ എടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആ പാത്രം നിറയെ ഞാൻ പെറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലി പോവാത്തത് പച്ചയ്ക്കുള്ളതിൻ്റെ തൊടിയൊന്ന് എടുത്ത് കളയുന്നുണ്ട് കത്തി വെച്ചിട്ട്. ഇതിനൊരു താക്കോലൊക്കെ വെച്ചിട്ട് പൊട്ടിക്കുന്ന കാണാൻ. ഇതിനായിട്ട് സ്പെഷ്യൽ ഒരു താക്കോലുണ്ട്. പക്ഷേ ഇതിനകത്ത് താക്കോൽ വെക്കാനോ പൊട്ടിക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. കാരണം ഇത് ഒരു ശകലം പോലും ഓപ്പൺ ആയിട്ടില്ല. എന്താ പറയുക, ഇത് ശരിക്കും ഡ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ കുറച്ചൊന്ന് ഓപ്പൺ ആയി കിട്ടുക. അപ്പം ഞാൻ ചുറ്റിയൊക്കെ വെച്ച് ശ്രമിച്ചു നോക്കി, പറ്റുന്നില്ല, പൊട്ടിക്കിട്ടില്ല. അപ്പം ഞാൻ കല്ലെടുത്ത് അവസാനം പൊട്ടിച്ചെടുത്തു. അപ്പോൾ പൊട്ടിക്കിട്ടി. ഇതിന് ഉണക്ക് കുറവായതുകൊണ്ട് പൊട്ടിക്കിട്ടാനും ഭയങ്കര പാടാണ്. പൊട്ടിയാൽ കായ അതിൻ്റെ ഉള്ളിൽ നിന്ന് വിട്ട് കിട്ടാൻ പാടാണ്. നമ്മുടെ നാട്ടിലെ പച്ചത്തേങ്ങയുടെ ഒക്കെ പോലെ തന്നെയാണ്, ഒരു ടേസ്റ്റും അതുപോലെയൊക്കെ തന്നെയാണ് ഇതിന്. ചിരട്ടയുടെ അത്ര തന്നെ ഏകദേശം കട്ടിയും വരുന്നുണ്ട് ഇതിൻ്റെ തോടിന്. എളുപ്പമാർഗ്ഗത്തിൽ ഇത് പൊട്ടിക്കാനായിട്ട് ഓവനിലോ വറവ് ചട്ടിയിലോ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം, ചൂടാക്കിയതിന് ശേഷം നമ്മൾ പൊട്ടിച്ചെടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നടുവിലുള്ള ആ വരേൻ്റെ അവിടെ നിന്ന് ഇത് പൊട്ടി വരും തന്നെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് പൊട്ടിച്ചെടുക്കാം, കത്തി കൊണ്ട് വിടർത്തി പൊട്ടിച്ചെടുക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.